ഗൈസ് നമ്മുടെ സോമ എന്നെ വിളിച്ചിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സിറ്റിയിലെ പ്രസിഡൻറ്റിൻ്റെ വണ്ടി അടിച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണ് അവൻ വിളിച്ചത്. ഞാനത് ഓക്കെ പറഞ്ഞു തരാം. ആ വണ്ടി അടിച്ചു മാറ്റാൻ അത്ര എളുപ്പമായിരുന്നെങ്കിലും ആ വണ്ടി നമ്മളെ കയ്യിലൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സേഫാണ്. കാരണം ബുള്ളറ്റ് പ്രൂഫും ബോംബ് പ്രൂഫൊക്കെയാണ്. പോലെ തന്നെ അവൻ നല്ല പേയ്മെൻറ്റും തന്നിട്ടുണ്ട്. സോ ഞാനത് ഇവിടെ ഈ ഒരു സ്കൂളിലെ ഒരു സൈക്കിൾ അടിച്ച് മാറ്റാൻ പോവുകയാണ്. പിന്നെ നമ്മൾ റോക്കി പെയിൻറ്റ് വഴിക്കടിച്ച് മാറ്റുമ്പോൾ ഇവിടെ തന്നെയാണ് നമ്മൾ വന്നത്. കാരണം ഇവിടെയുള്ള സെക്യൂരിറ്റി എപ്പം നോക്കിയാലും ഉറക്കമാണ്. പിന്നെ കുട്ടികളൊക്കെ സൈക്കിളൊക്കെ വന്ന് അവിടെ എത്തിയിട്ട് ക്ലാസ്സൊക്കെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഓക്കെ, എല്ലാ കുട്ടികളും ക്ലാസ്സൊന്നും ശ്രദ്ധിച്ചിരിക്കില്ല. ചിലവന്മാർ ഇങ്ങനെ കൊടുത്ത ക്ലാസ്സൊക്കെ തുടങ്ങുന്നുണ്ട്. നമുക്കിവിടെ നമ്മുടെ സൈക്കിളങ്ങ് അടിച്ച് മാറ്റും ഇവിടെയാണ്. ഓക്കെ, ഞാൻ എന്താ ഇവിടെ സൈക്കിളങ്ങ് നൈസിൽ അടിച്ച് മാറ്റിയിട്ടുണ്ട്. എന്നത്തെയും പോലെ തന്നെ നമ്മുടെ സെക്യൂരിറ്റിക്കാരൻ ഇപ്പോഴും ഉറക്കമാണ്. സൈക്കിളിൽ എന്നാലും നല്ല സ്പീഡുണ്ട്. സോ നമ്മുടെ സിറ്റിയിലെ ഇവിടെ എവിടെ ഒരു ബിൽഡിംഗ് ആണ്, അവിടെയാണ് വന്നിട്ടുള്ളത്. അത് ഒരു ബിൽഡിംഗ് ആണെന്നാണ് ഞാൻ പറയുന്നത്, ബട്ട് അതൊരു വീടാണ്. ആ പ്രസിഡൻറ്റിൻ്റെ വീടാണത്. ശരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. കാരണം അങ്ങനെയൊക്കെ ഒരു വീടുണ്ടാവുമെന്ന് തന്നെ തോന്നിപ്പോവും. ഞാൻ ഇവിടെ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരെ ആ പ്രസിഡൻറ്റിൻ്റെ വീട്ടിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഫ്രണ്ട് കാണുന്നതാണ് പ്രസിഡൻറ്റിൻ്റെ വീട്. ഇതൊരു വീടാണെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം കുറേ പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കത് സൈക്കിൾ അവന്മാർ കണ്ടിട്ടില്ല, അവന്മാർ വണ്ടിയിനകത്ത് ഇരിക്കുകയാണ്, അവർ കണ്ടില്ല. നമുക്ക് സൈക്കിൾ ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ച് വെക്കാം. സോ നമുക്ക് ഇവിടെ വെക്കാഴ്ച നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. എന്നെ അവിടെ മാസ്ക് ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇവിടെ ആരൊക്കെ കാണുന്നില്ല. സോ ഇനി നമുക്ക് നോക്കാം ഇവിടെ പോയി. ബട്ട് ഇതേതാണ് ഒരു വണ്ടി, എഴുതെന്തടാ വേറെ ഏതൊരു വണ്ടി. ഓക്കെ, നമ്മളെ പ്രസിഡൻറ്റിനെ പരിചയമുള്ള ആരോ ആണ് വന്നത്. എനിക്ക് വേഗത്തിൽ ഇതാണ് നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ വണ്ടി. നമ്മുടെ പ്രസിഡൻറ്റിനെ പരിചയമുള്ള ആരോ കാണാനായിട്ട് വന്നിട്ടുണ്ട്. കണ്ട, ഓ നൈസ്. നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. നമ്മൾ വണ്ടി നോക്കി നോക്കട്ടെ, ഇത് നോക്കി നോക്കട്ടെ. ഓക്കെ, വണ്ടി ലോക്കാണ്. നമുക്കില്ലേ ഇവിടെ വേറെ ആരെയൊക്കെ കാണുന്നു. ബട്ട് ഇതെന്താ ഇതാരെൻ്റെ പിന്നിൽ അവിടെ വേണോ എൻ്റെ വണ്ടി അടിച്ചു മാറ്റാൻ വന്നതാണോ? നോണേ ഈ പ്രസിഡൻറ്റിൻ്റെ അസിസ്റ്റൻ്റാ, നിന്നെണ്ണോണെ കാണിച്ചു തരാം. ബട്ട് അല്ല, ഞാൻ വണ്ടി അടിച്ചു മാറ്റാൻ വന്നല്ല, വണ്ടിയിൽ നിന്ന് കാണാൻ വന്നേ. ആഹാ, നീ അത്രക്കായ ഇവിടേക്ക് വന്നൊരു പ്രമുഖൻ നിന്നെ കണ്ടടാ, അതാണ് നാണു കൊണ്ട് വന്നത്. അയ്യ സാറേ, ഞാൻ വണ്ടി അടിച്ചു മാറ്റാൻ വന്നതെന്നല്ല. സാറേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇങ്ങോട്ടേക്ക് പോയാൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വയ്യോ രണ്ടിനോടാ, നീ അവിടേക്ക് പോയി പറ. എന്നാ പിടിച്ചോ. ഇതേ കിടക്കണം അവിടെ. ഓക്കെ, ഇയാളുടെ പോക്കറ്റിലുണ്ടാവും, ചാവി ഉണ്ടാവുമോ? ഓക്കെ, എനിക്ക് ഇയാളുടെ പോക്കറ്റിൽ നിന്ന് ചാവി കിട്ടി. നമുക്ക് കയറാൻ പറ്റും. ഇനി നമുക്ക് കയറാൻ പറ്റും. ഓ, ഇനി നമ്മളെ പോലീസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പോലീസൊക്കെ കണ്ട്, അയ്യോ പോലീസൊക്കെ പിടിക്കാൻ പറ്റുന്ന വണ്ടി വേഗം എടുത്ത്. ഞാൻ അവിടെ വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു പോലീസ് വണ്ടി പിന്നെ പിടിക്കാൻ വന്നേ തോന്നുന്നു. നമ്മുടെ പോലീസുകാരൊക്കെ പൊട്ടന്മാരാണ് അവിടെ സ്റ്റക്കായി നിന്നിരിക്കുന്നത്. എനിക്ക് അവിടെ പോലീസിൻ്റെയൊന്നും കാണുന്നില്ല, ആ ഒരുത്തൻ മാത്രമേ വന്നിട്ടുള്ളൂ തോന്നുന്നു. ഇവിടെ ഒരു പോലീസും ഇല്ല. വാ, ഇതെൻ്റെ പിന്നാലെ പോലീസ് വണ്ടി ഉമ്മി ഫ്രണ്ടിലും. അതാ ബോണറ്റ് പോയി. എടാ പൊട്ടന്മാർ, ഇതൊക്കെ സ്വർണ്ണാടാ, നീ ഇതൊക്കെ ഇടിച്ച് പൊളിച്ചോ. ഫ്രണ്ടത്തെ ബോണറ്റ് പോയി. ഡോറണില്ലല്ലോ. ഏതോ ഒരു വണ്ടിയിൽ ഇടിക്കാനും പോയി. എൻ്റെ അമ്മച്ചേ, അതെ ഡോറ് പോയി. ഇതൊക്കെ ശരിയാക്കാൻ എത്ര രൂപ ചിലവ് വരുന്നറിയോ? ബുള്ളറ്റ് പ്രൂഫൊക്കെയാണ് സംഗതി, പക്ഷേ എന്ത് കൂടെ വണ്ടിയാടേ പ്രസിഡൻ്റേ. പിടിക്കേ, നമുക്ക് വേഗം ഇവിടുന്ന് പോവുക. പോലീസുകാരന് പിടിക്കാൻ പാടില്ല. സോ ഇപ്പോൾ ഒരു ഡോറും ഇതൊക്കെ പോയിട്ടുള്ളൂ. സോ നമ്മൾ അത്രയാവാൻ തരുന്നതിൻ്റെ പൈസയും കുറയും. പിന്നെ ഒന്ന് ഇടിക്കലടാ. വണ്ടിക്ക് നമുക്ക് വേഗം എവിടെയെങ്കിലും അവന്മാർക്ക് കയറാൻ പറ്റാത്തൊരു സ്ഥലത്ത് നമ്മൾ പോയി ഇരിക്കുകയാണെങ്കിൽ അവന്മാർക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അവർ തിരിച്ചു പോകും. നമുക്കൊന്നും കാര്യം ചെയ്താൽ ജുറാസിക് പാർക്കിനാണ് പോവാം. അവിടെ അവന്മാരൊന്നും കയറി വരും. അവന്മാർക്കൊക്കെ ഭയങ്കര പേടിയില്ല. പോലീസുകാരൊക്കെ ഡോറോടെ കിടക്കുന്നുണ്ട്. നമ്മൾ ലംബോർഗിനി ടാർസ് അടിച്ച് മാറ്റിയപ്പോൾ തന്നെ പിന്നെ വണ്ടിയുടെ സ്പീഡാണ്, ഒരു കൺട്രോളും കിട്ടണില്ല. എൻ്റെ അമ്പോ പിടിച്ചിരുന്നു ഒരു പോലീസുകാരൻ. എടാ ഇടിക്കല്ലത് നിങ്ങളുടെ പ്രസിഡൻറ്റിൻ്റെ വണ്ടിയാണ്. അവന്മാരൊന്നും പണ്ട് ഒരു കാര്യമില്ല. നമുക്ക് ജുറാസിക് പാർക്കിൻ്റെ അകത്തോട്ട് പോവാം. അപ്പോൾ അവന്മാരൊന്നും ഇങ്ങോട്ട് വരില്ല, കാരണം നമ്മളെടുത്തിട്ട് വരില്ല. ഓക്കെ, പോലീസുകാരെപ്പോഴേക്കും പോയി. അതിൻ്റെ സ്റ്റാറൊക്കെ പോയി, എൻ്റെ വാണ്ടഡ് ലെവലിൽ പോയി. ഓക്കെ, അവിടെ എന്താ ഇങ്ങോട്ടേക്ക് നമ്മളിങ്ങോട്ടേക്ക് വരാമെന്ന് അവന്മാർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവന്മാരിപ്പം തന്നെ പോയി. പെട്രോൾ കാശം ലാഭം, അതാണ് അവന്മാരുടെ ബുദ്ധി. അതായത് നമ്മുടെ അടുത്ത് സോമൻ കൊണ്ടുള്ള സോമൻ നേരെ അവൻ്റെ വീട്ടിൽ കൊണ്ടുകൊടുക്കേണ്ടതാണ് പറഞ്ഞു. കാരണം അവൻ്റെ ഇവിടെയാണല്ലോ പ്രസിഡൻറ്റിൻ്റെ വീടിൻ്റെ ഒരു കുറച്ചെടുത്താണ്. അവിടെ നിന്ന് നോക്കിയാലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. സോ അവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ചിൽ കൊണ്ട് കൊടുത്താൽ മതി എന്നാണ് അവൻ പറഞ്ഞത്. സോ നമുക്ക് വണ്ടി അടിച്ച് ബീച്ചിലോട്ട് പോകാം. അയ്യാ, ഒരു കൺട്രോളില്ലടാ.
Da-ga-dee-ga-da-ga-da, oh, I've been married a long time ago. Where do you come from? Where do you go? Where do you come from? Bacolado. ഒക്കെ കവർ ചെയ്തിട്ടുണ്ടല്ലോ. ഈ പ്രസിഡന്റിന് വണ്ടി ഇല്ലാതെ കണ്ടുപിടിക്കാൻ നമുക്ക് ഓടിക്കാൻ പറ്റില്ല. എന്താടേ, നമുക്ക് നേരെ ബീച്ചിലോട്ട് പോവാം. അവനവിടെ ഉണ്ടാവും. അവൻ വാങ്ങിച്ചോളൂ. അയ്യോ, ബീച്ചിലോട്ടുള്ള വഴി എഴുതിയിരുന്നു. ഞാൻ ബീച്ചിലോട്ടുള്ള വഴിയൊക്കെ മറന്ന്. അപ്പോൾ നേരെ പോയാൽ മതി എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഞാൻ ബീച്ചിൽ വണ്ടിയിട്ട് വന്ന് ആരും കാണില്ലോ. ഇതയാൾ വന്ന് ഇതാരാ? ഞാൻ സോമം പറഞ്ഞിട്ട് വന്ന നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ വണ്ടി വാങ്ങാൻ വന്നേന്. എടാ, നീ എന്താ ഈ വണ്ടിയുടെ പരിപ്പ് ഇളക്കിയല്ലോ. എൻ്റെ പണ്ടത്തെ ബോണറ്റ് അല്ല, ബോണത്തല്ലല്ലോ, എന്തൊക്കെയാ പോയിക്കണേ. ഡോറ് പോയാ? ഡോറും പോയി, ഗ്ലാസും പൊട്ടി. നീ എന്തൊക്കെയാണ് കാട്ടി ചെയ്യുന്നത്? ഫുള്ള് ഗോൾഡാണ്. ഇതിന് നിനക്ക് പകരമായിട്ട് നിൻ്റെ 6 കോടി കട്ട്. 6 കോടി കട്ടോ? അപ്പോൾ ഇതിന് മൊത്തം എത്ര രൂപയായിരുന്നടാ? എത്ര കോടിയായിരുന്നു? ഇതിന് മൊത്തം 40 കോടി വരെ വരുന്നുണ്ട്. 40 കോടിയാ? അതൊന്നും 6 കോടി കട്ട്. അയ്യ, 6 കോടിയാ? അപ്പോൾ നോക്കി മൊത്തം 34 കോടി കിട്ടും. 34 കോടി. പൈസ ഒക്കെ സോമൻ തന്നോളും. ഞാനിപ്പോൾ ഈ വണ്ടി എടുത്ത് പോകാം. ഓക്കെ, നിങ്ങൾ ഈ വണ്ടി എടുത്ത് പോയിക്കോ. ഓക്കെ, ശരി.